എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസമാണ്. ഇന്ന് ഭഗവതി ഭക്തജനങ്ങളുടെ അമ്മയുടെ മക്കളുടെ സ്ത്രീകളായ മക്കളുടെ പൊങ്കാല അനുഭവിച്ച് നമ്മളെല്ലാം അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. യാതൊരു വിധത്തിലുള്ള ആപത്തുകളും ഉണ്ടാകാതെ അമ്മ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അതുകൂടാതെ ഇന്നത്തെ ദിവസത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന ദിവസമാണ്. ഈ ചന്ദ്രഗ്രഹണം നമ്മുടെ കേരളത്തിലെയും കർണാടകത്തെയും തമിഴ്നാടിനെയും ഒക്കെ ഭാഗികമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ മറ്റ് ചില പശ്ചിമ ബംഗാൾ, ത്രിപുര, നാഗാലാൻഡ് തുടങ്ങിയിടത്തൊക്കെ ഇന്നത്തെ ചന്ദ്രഗ്രഹണം പൂർണ്ണമായി കാണുന്നു. ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നത് 3:20 അവസാനിക്കുന്നത് 6:48 ചന്ദ്രഗ്രഹണം സംബന്ധിച്ച് നമ്മൾക്ക് ചില നിബന്ധനകളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഗ്രഹണം മൂലം നമുക്ക് ഒരുപാട് നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇന്ന് പൊങ്കാലയിട്ട ആഹാരമൊക്കെ അടച്ചു വെച്ച് നമ്മൾ 6:48 ശേഷം മാത്രം ഭക്ഷിക്കുക. പ്രസാദമൊക്കെ അതിന് ശേഷം ഭക്ഷിക്കുന്നതാണ് നല്ലത്. എല്ലാവരും ഗ്രഹണം കഴിഞ്ഞ് അടിച്ചു നനച്ച് കുളിക്കുന്നത് ഒരു ശീലം നമ്മുടെ ഭാരതീയ സമ്പ്രദായത്തിലുണ്ട്. അപ്രകാരമുള്ള സംസ്കാരമൊക്കെ നല്ലതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും വളരെ ഗുണപ്രദമായിരിക്കും. ഏതായാലും പൊങ്കാല നിവേദ്യം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗ്രഹണം തുടങ്ങുന്നത് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. 9:45 പണ്ടാര അടുപ്പിൽ നിന്ന് തീ പകരുന്നത്. 2:15 തളിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യമായി പതിവ് പോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക കാലം. ഇന്നത്തെ ദിവസം ഏറ്റവും വളരെ സന്തോഷം പകരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാകാം. കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് വളരെയധികം സന്തോഷങ്ങൾ പങ്കിടുവാനും സ്വകാര്യതകൾ പങ്കിടുവാനും ഒക്കെ സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക്, വാഹനം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക്, ആ മേഖലയിൽപ്പെട്ടവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. അപകട സാധ്യത ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ശ്രദ്ധിക്കുക. അതേപോലെ പുറത്തേക്ക് പോകുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പോകേണ്ടത് അത്യാവശ്യമാണ്. ഹെൽമറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക. യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 7:30 ശനിക്കാലമാണ്. അതുകൊണ്ട് അപകടം എപ്പോൾ വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അപകട സാധ്യത കൂടുതലായ ഒരു ദിവസമാണ് ഇന്ന്, വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഇന്നത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. സന്തോഷത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. ഇന്ന് പൊങ്കാല സമർപ്പിക്കുന്ന ദിവസമാണ്, വളരെ ശ്രദ്ധിക്കുക. തീപിടുത്തത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇടവക്കൂറുകാർക്ക്. അതുപോലെ തട്ടി വീഴാനോ അല്ലെങ്കിൽ തെന്നി വീഴാനോ ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിരിക്കും. അനുകൂലമായ സ്ഥലം മാറ്റത്തിനുള്ള സൂചന ലഭിക്കുന്ന ദിവസമാണ്. ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നവർക്ക് പ്രതികൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിരാശപ്പെടേണ്ട. അടുത്ത് തന്നെ നമുക്ക് അതിന് അനുകൂലമായ മറുപടിയും ലഭിക്കുന്നതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ഭവിക്കുന്നതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമാണ്. സിനിമാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർത, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അതിലൂടെ ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്കും തീർച്ചയായും ഇന്നത്തെ ദിവസം വളരെ സന്തോഷപ്രദമായൊരു ദിവസമായിരിക്കും. ഗ്രഹോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തീപിടുത്തം അല്ലെങ്കിൽ ഒടിവ്, ചതവ്, മുറിവ്, വൈദ്യുതാഘാതമൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. നിയമപാലകർക്കും അതേപോലെ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം സംഘർഷം നിറഞ്ഞ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ
ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ ലാഭം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാമെങ്കിലും വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യസ്ഥിതിയിൽ പ്രതികൂലമായ ചില മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഔഷധ സേവ കൊണ്ട് ചില റിയാക്ഷനുകൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ചില വഞ്ചനകളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില കുടുംബത്തിലെ കലഹങ്ങൾ വരാനും സാധ്യത കാണുന്നു. അതേപോലെ അതിരു തർക്കങ്ങൾ, സഹോദരങ്ങളുമായിട്ട് വസ്തു സംബന്ധമായ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം മൗനം പാലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കാം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. എന്നാൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും ഇന്ന്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും തിരക്കേറിയ ദിവസമായിരിക്കും. മാനസികമായി സംഘർഷമുണ്ടാകുന്ന ദിവസമായിരിക്കും. ഇന്ന് വരുമാനം വളരെയധികം കുറയുന്ന ദിവസമായിരിക്കും. ഇഷ്ടജനങ്ങളുമായി സംയോജിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ചില മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും അവരിൽ നിന്ന് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ പ്രതീക്ഷകളോടുകൂടി കാര്യങ്ങൾ മുൻപോട്ട് നീക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനും സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ നിയമപരമായ ജോലികൾ കൈകാര്യം ചെയ്യുന്നവർക്കും നിയമപാലകർക്കുമൊക്കെ ഇന്നത്തെ ദിവസം കുറച്ച് സംഘർഷം നിറഞ്ഞ ദിവസമായിട്ടാണ് കാണുന്നത്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പല സഹായഹസ്തങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ചില മാറ്റങ്ങളോ പുതിയ റോളുകളോ നടന്മാർക്കും നടിമാർക്കുമൊക്കെ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമായിരിക്കും. പ്രത്യേകിച്ച് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. മാതാപിതാക്കളിൽ ചിലർക്ക് അസുഖങ്ങൾ വരുന്നത് മൂലം മനക്ലേശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ചില നിരാശകൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ അത് പിന്നീട് നടക്കും എന്ന ഉച്ചയോടുകൂടി ഒരു സമാധാനം കൈവരുന്നതാണ്. വീട്ടമ്മമാർ വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വരുന്ന പ്രതികൂലമായ മാറ്റങ്ങൾ വരുന്ന ദിവസമായിരിക്കും. അതുപോലെ ഗുണദോഷ സമ്മിശ്രമായ പല അനുഭവങ്ങളും ഉണ്ടാകാൻ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഉണ്ട്. അതുപോലെ ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇന്നത്തെ ദിവസം ഉചിതമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതുപോലെ തന്നെ അംഗീകാരം ലഭിക്കുവാനും അവാർഡ്സ് കിട്ടുവാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ചില സൗഭാഗ്യങ്ങൾ വരുവാനും അതിൽ നിന്ന് സന്തോഷം പകരുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വിദേശയാത്ര മുടങ്ങുവാനും വിദേശത്തിരിക്കുന്നവർക്ക് നാട്ടിലേക്കുള്ള ലീവ് അങ്ങനെയുള്ളതൊക്കെ ക്യാൻസലായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ശാരീരികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ, വീഴ്ച, ഒടിവ്, ചതവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരൻ കൂടെ ഉണ്ടായിരിക്കട്ടെ. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട്
മനസ്സിന് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. നല്ല അനുഭവങ്ങൾ മാത്രമുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി സ്ഥിരപ്പെടാത്തവർക്കൊക്കെ ജോലി സ്ഥിരപ്പെടും എന്നുള്ള അറിയിപ്പ് ലഭിക്കുന്ന ദിവസമാണ്. പുതിയ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂകൾ ഉള്ളവർക്ക് പാസ്സാകുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പരീക്ഷ വിജയവും അല്ലെങ്കിൽ പരീക്ഷ എളുപ്പത്തിൽ എഴുതുവാനും അല്ലെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. കുറേ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖത്തിന് ശമനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ സഹകരണവും സന്തോഷവും മൂലം വളരെയധികം കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അവർക്ക് മുൻപോട്ട് പോകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനും അംഗീകാരം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്ന പല നല്ല കാര്യങ്ങളും നടക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാനും അല്ലെങ്കിൽ കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ഭർത്തൃസമാഗമം അല്ലെങ്കിൽ ഭാര്യാസമാഗമം കൊണ്ട് മനസ്സ് സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളും ഒത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും സാധ്യത കാണുന്നു. വിവാഹം താമസിച്ച് നടക്കുന്ന ആളുകൾക്ക് വിവാഹത്തിനുള്ള തീരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പുനർവിവാഹത്തിനുള്ള തീരുമാനം എടുക്കുവാനും ഇന്ന് സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന മേഖലകളിൽ നിന്ന് അനുകൂലമായ മറുപടികൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ചില നഷ്ടങ്ങൾ അനുഭവിക്കേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. അത് പ്രതികൂലമായിട്ടാണ് കാണുന്നത്. ഔഷധ സേവ കൊണ്ട് ചില റിയാക്ഷനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾ മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. വൈദ്യസഹായം വൈകുന്നത് മൂലം ചില പ്രത്യേക പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും സാധ്യത കാണുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ നിസ്സാരപ്പെടുത്താതെ അതിന് ഉത്തരം കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുവാനോ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനോ ഏറ്റവും ഉചിതമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. പ്രതികൂലമായ സാഹചര്യങ്ങളെ വെല്ലുവിളിക്കുവാനുള്ള ധൈര്യം സംഭരിക്കുവാനും മറ്റുള്ളവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുവാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ വിദ്യാഭ്യാസം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. വാഹനങ്ങൾ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം നല്ല അനുകൂലമായ ദിവസമായിരിക്കും. എഡ്യൂക്കേഷണൽ സപ്പോർട്ട് നൽകുന്നവർക്ക് ഏജൻസികൾക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സൗഭാഗ്യങ്ങൾ വരുന്നത് കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. ദൂരയാത്രകൾ മുടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അപ്രൂവൽ ലഭിക്കുന്ന ദിവസമാണ്. പുതിയ സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ക്യാമറ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പുതിയ ക്യാമറ വാങ്ങുവാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ പ്രതികൂലമായ ചില മാറ്റങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ച് വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റം വരുന്ന ഒരു ദിവസമായിരിക്കും. ഗ്രഹത്തിലുള്ള ആൾക്കാരുമായി കലഹമുണ്ടാകുവാനും അതുമൂലം മാനസിക സംഘർഷങ്ങൾ കൂടുവാനും ഒക്കെ സാധ്യതയുണ്ട്. കലഹം ഒന്നിനും ഒരു പരിഹാരമല്ല. കലഹം മൂലം മനപ്രയാസം കൂടുകയാണ് ചെയ്യുന്നത്. കലഹിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കും മനസ്സമാധാനം പോകുമെന്ന് ഓർക്കുക. ഇമോഷണൽ ഹർട്ടാണ്, വൈകാരികമായി ആരെയെങ്കിലും വേദനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന് വാക്കിൻ്റെ പ്രയോഗങ്ങൾ മൂലം അല്ലെങ്കിൽ അസ്ഥാനത്തുള്ള പ്രയോഗം മൂലം ചില പ്രതിബന്ധങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായി ചില ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അനുകൂലമായ ചില ചികിത്സാ സമ്പ്രദായങ്ങൾ തേടി വരുന്ന ഒരു ദിവസമായിരിക്കും.
വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുവാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് സംഘർഷത്തിൻ്റെ ദിവസമാണ് ഇന്ന്. പ്രോജക്റ്റുകൾ ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന പ്രോജക്റ്റുകൾ മുടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ശാരീരിക സ്ഥിതിയിൽ വളരെയധികം ഗണ്യമായ മാറ്റം വരാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ ചികിത്സാ രീതികൾ സ്വീകരിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. മാതാപിതാക്കളുടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. വളരെ അസ്വസ്ഥമായ ചിന്താഗതികൾ മൂലം നിദ്രയെ ബാധിക്കുന്ന ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. ആഹാര കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. കാരണം ഇന്നത്തെ ദിവസം പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കണം. ഇന്ന് തീർച്ചയായും ഉദരസംബന്ധമായ അസുഖം വർദ്ധിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നാളെ വീണ്ടും കാണുന്നതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.